എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ട്രയാങ്കുലർ പിരമിഡിൽ പ്രമേഹത്തിൻ്റെ സൊല്യൂഷനുണ്ട്. ഇതെന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ചിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടുള്ള ഡയബറ്റീസിൽ നമ്മൾ എന്ത് സൊല്യൂഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഒരു മികച്ച ഡോക്ടറുടെ സപ്പോർട്ടോടുകൂടി ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അദ്ദേഹം ഇന്നും പ്രമേഹ രോഗിയായി തന്നെ തുടരുകയല്ലേ. ഒരുപക്ഷെ വളരെ ഗൗരവമുള്ള ഡയബറ്റീസ് അവസ്ഥയിൽ മരുന്നുകൾ നിശ്ചയമായിട്ടും ആവശ്യമാണ്. ഇനി മരുന്നുകളോടൊപ്പം വളരെ കർശനമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുരോഗതി ഉണ്ടാവാം. പക്ഷേ അവിടെയും ഓരോ ദിവസവും അന്നത്തെ നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് എന്താണെന്നുള്ളത് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ക്യൂരിയോസിറ്റി ഉള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഡയബറ്റീസിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. മെഡിസിൻസ് ക്യാൻ ഹെൽപ്പ് യു ടു മാനേജ് ഡയബറ്റീസ്. മികച്ച മരുന്നുകൾ പ്രമേഹത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഡയറ്റ് ക്യാൻ ഹെൽപ്പ് യു ടു സെഡേറ്റ് ഡയബറ്റീസ്. അതായത് അതിനോടൊപ്പമുള്ള നല്ല ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഭക്ഷണക്രമങ്ങൾ പ്രമേഹത്തെ ഒരു പരിധി വരെ ഒന്ന് മയക്കി കിടത്താൻ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. മയക്കുന്നേ ഉള്ളൂ, അത് ശരിയാക്കുന്നില്ല. കാരണം ഒരു 4-5 ദിവസം ഭക്ഷണക്രമം ഒന്ന് മാറിയാൽ വീണ്ടും ബ്ലഡ് ഷുഗർ ലെവൽസും HbA1c ഒക്കെ വഷളാവുന്നത് നമ്മൾ കാണാറുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്മെഡിലോ അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളറിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ യൂട്യൂബിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡയബറ്റീസ് റിവേഴ്സലിനെ സംബന്ധിച്ച് ലോകമെമ്പാടും നടന്നിട്ടുള്ള 10,000-കണക്കിന് പഠനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മികച്ച പ്രബന്ധങ്ങളും ഏറ്റവും മികച്ച ബുക്കുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഈസ് റിവേഴ്സിബിൾ എന്നുള്ളത് വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു മെഡിക്കൽ ട്രൂത്താണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൈകളിലോട്ട് ഇത്തരം ഒരു ആശയം വളരെ പ്രായോഗികമായ രീതിയിൽ എന്തുകൊണ്ട് എത്തുന്നില്ല? ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെയാണ് ഡയബറ്റീസ് എന്താണെന്നുള്ളതും ആ അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ, ഡയബറ്റീസ് റിവേഴ്സൽ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ പ്രമേഹമുള്ള വ്യക്തിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഒരു വർക്കിംഗ് നോളജ് ആവശ്യമാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ടാകുന്നത്, ഏത് ഘടകങ്ങളിൽ നിന്നാണ് പ്രമേഹം ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഫിസിയോളജിക്കൽ നോളജ് വളരെ ആവശ്യമാണ്. മാത്രമല്ല ഇതിൻ്റെ മാനേജ്മെൻറ്റിലും റിവേഴ്സലിലും ഒരു എക്സ്പേർട്ട് മാത്രം വിചാരിച്ചാൽ വലുതായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ നമുക്ക് വേണ്ടത് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ടീമിൻ്റെ സപ്പോർട്ടാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡയബറ്റീസ് റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള മറ്റ് ഇതുപോലത്തെ വിദഗ്ധരുടെ വീഡിയോകളിൽ നിന്ന് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പല ജീവിത ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അവർ ചെയ്തിട്ടുള്ള മാറ്റങ്ങളിൽ നിന്ന് അത്ഭുതകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മളുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ശാസ്ത്രീയമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ആശയമാണ് മെറ്റബോളിക് പിരമിഡ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ട്രയാങ്കുലർ പിരമിഡ് ശരിക്കും ഡയബറ്റീസിന് റിവേഴ്സൽ സാധ്യമാകുന്ന ഒരു മെറ്റബോളിക് പിരമിഡാണ്. ഞാൻ ഇതൊന്ന് വിശദമാക്കാം. ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം ഈ പിരമിഡിനകത്ത് എന്തോ ഒരു മാജിക് പില്ലോ മെഡിസിനോ ഉണ്ടെന്നായിരിക്കാം. ഐ എം സോറി, അല്ല. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിനെ അടിസ്ഥാനമാക്കി ഹാർമണി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞങ്ങൾ പഠിച്ചിട്ടുള്ള, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആശയങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമേഹ റിവേഴ്സൽ പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു മാതൃകാ സങ്കല്പ രൂപമാണ് ഈ ട്രയാങ്കുലർ പിരമിഡ്. ഇതിൽ 4 കോർണേഴ്സ് ഉണ്ട്. ഈ 4 കോർണേഴ്സും ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ പവർഫുൾ ആയിട്ടുള്ള 4 പില്ലേഴ്സാണ്. പില്ലർ നമ്പർ 1 അത് അപ്പെക്സിൽ ഇരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ പോയിൻ്റാണ്. അത് മസിൽസാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഡ്രഗ്സ് ക്യാൻ
manage diabetes. Diet can sedate diabetes, but muscles can kill diabetes. നിങ്ങളുടെ ശരീരത്തിൽ നിലവിൽ എത്ര സ്കെലിറ്റൽ മസിൽസ് ഉണ്ട്? നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് സ്കെലിറ്റൽ മസിൽസ്? നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എത്ര കിലോഗ്രാം പേശികളുണ്ട്? നിങ്ങളുടെ ഡയബറ്റീസ് റിവേഴ്സലിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ പേശികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിൻ്റെയും ഫസ്റ്റ് മൂവ് എന്ന് പറയുന്നത് പേശികൾ എത്രയാണെന്ന് മനസ്സിലാക്കാമെന്നാണ്. ഒരു ബോഡി കോമ്പോസിഷൻ കൂടെ നിങ്ങളുടെ പേശികളുടെ അളവ് എത്രയാണെന്ന് മനസ്സിലാക്കി അതിനെ ഘടനാപരമായിട്ടുള്ള മാറ്റം വരുത്താനായിട്ട്, അതായത് നിങ്ങളുടെ സ്കെൽട്ടൽ മസിൽ പെർസെൻറ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട സയൻറ്റിഫിക്കലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമാണ് ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോർണർ എന്ന് പറയുന്നത് ന്യൂട്രീഷനാണ്. ഞാൻ ന്യൂട്രീഷൻ എന്നാണ് പറഞ്ഞത്, അതിനൊരു കാരണമുണ്ട്. ഡയറ്റ് ന്യൂട്രീഷനും തമ്മിൽ രണ്ടാണ്. ഡയറ്റ് നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണമാണ്. പക്ഷേ എന്താണ് ഡയബറ്റീസ് റിവേഴ്സൽ ന്യൂട്രീഷൻ? നമ്മുടെ ശരീരത്തിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഭക്ഷണക്രമമുണ്ട്. വേണമെങ്കിൽ അതിന് ഇങ്ങനെ പറയാം, അതൊരു ലോ കാർബോഹൈഡ്രേറ്റ്, ഹൈ പ്രോട്ടീൻ, ഹെൽത്തി ഫാറ്റ്, ഹൈ ഫൈബർ ഡയറ്റ്. ഞാൻ 4 ഘടകങ്ങൾ പറഞ്ഞു. ഹൈ ഫൈബർ, ഹെൽത്തി ഫാറ്റ്, ഹൈ പ്രോട്ടീൻ, ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്. ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണം ഒരു ഹോട്ടലിൽ ചെന്ന് ഓർഡർ ചെയ്യാൻ അദ്ദേഹത്തിന് തരാൻ കഴിയില്ല. ഞാനൊരു ആശയമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഇത്തരമൊരു ഭക്ഷണക്രമം എന്താണെന്ന് മനസ്സിലാക്കി അത്തരമൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഡയറ്റിൽ വരുത്തി അതിനോടൊപ്പം പോഷകങ്ങളെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സുകൂടെ കമ്പൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഈ മെറ്റബോളിക് പിരമിഡിൻ്റെ രണ്ടാമത്തെ കോർണർ. ഇനി എന്താണ് മൂന്നാമത്തെ കോർണർ? സോ കോർണർ നമ്പർ 1 മസിൽ, കോർണർ നമ്പർ 2 ന്യൂട്രീഷൻ, കോർണർ നമ്പർ 3 എന്താണ്? അത് സ്ലീപ്പാണ്. ഒരു വ്യക്തിയുടെ പൊതുവായ ആരോഗ്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റോള് ഉറക്കത്തിനുണ്ടെങ്കിൽ, ഉറക്കം എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് ഉറങ്ങുന്നു, എത്ര മണിക്കൂർ ഉറങ്ങുന്നു, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം എന്താണ്, ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പ്രമേഹ റിവേഴ്സൽ പ്രോഗ്രാമുകളിൽ, ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് സ്ലീപ്പിനുണ്ട്. ഇഫ് യു ഹാവ് പുവർ സ്ലീപ്പ് യുവർ മെറ്റബോളിസം വിൽ ബി പുവർ. അപ്പോൾ നിങ്ങളുടെ നിലവിലത്തെ സ്ലീപ്പ് പാറ്റേൺ എന്തായിരിക്കണം, എന്താണ്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോശം ഉറക്ക രീതികളുള്ള പുവർ സ്ലീപ്പ് പാറ്റേൺസ് ഉള്ള ആളുടെ ശരീരത്തിൽ ഒരുപക്ഷെ ഭക്ഷണവും വ്യായാമവും നല്ലതാണെങ്കിൽ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽസ് സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാനും ഡയബറ്റീസ് റിവേഴ്സലിന് ബുദ്ധിമുട്ടുണ്ട്. ദെൻ കോർണർ നമ്പർ 4 അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്, അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ്. നോക്കൂ, ഇന്നത്തെ ഒരു ജീവിത രീതി നമുക്ക് തരുന്നത് വളരെ സംഘർഷവും ഒരുപാട് വിഷയങ്ങളുമുള്ള ഒന്നാണ്. നമ്മളിൽ മിക്ക ആൾക്കാർക്കും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവാം, ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം, കരിയർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലത്തെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാവാം. പല ആൾക്കാരെയും ഈ സമ്മർദ്ദങ്ങൾ പല രീതിയിലാണ് ബാധിക്കുന്നത്. നിസ്സാര വിഷയങ്ങൾ പോലും അമിത സമ്മർദ്ദം ഉണ്ടാകുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ചില ആൾക്കാരെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിരിക്കാം. ഇത് വ്യക്തിപരമായി വിലയിരുത്തി നിങ്ങളുടെ സമ്മർദ്ദം നിങ്ങളുടെ കോർട്ടിസോൾ അളവിനെ ബാധിക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാതെ കൊണ്ടുപോകേണ്ടത് ഡയബറ്റീസ് റിവേഴ്സലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ 4 ആസ്പെക്ട്സ്, നിങ്ങളുടെ മസിൽസ്, നിങ്ങളുടെ ന്യൂട്രീഷൻ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് നിങ്ങളുടെ സ്ലീപ്പ്, ഈ 4 ആസ്പെക്ട്സിനെ വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മെറ്റബോളിക് പിരമിഡ് അഥവാ ഡയബറ്റീസ് റിവേഴ്സൽ പിരമിഡ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നതിന് പകരം ഒരു പക്ഷേ ഈ വിഷയങ്ങളെ ഒരു ക്ലിനിക്കലി മോണിറ്റർ ചെയ്തുകൊണ്ട് അതൊരു വളരെ നല്ലൊരു മെഡിക്കൽ എക്സ്പെർട്ടിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ സാധിക്കും, ഒരു 5 to 6 months കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഡയബറ്റീസിനെ നമുക്ക് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഹാർമണി ഓപ്പറേഷണലായിട്ട് 12 വർഷമായി. ഈ 12 വർഷമായിട്ട് നമ്മൾ പൊതുവേ ഓഫർ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പൊതുവായ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും
ചില സ്പെസിഫിക് കണ്ടീഷൻസിന് വേണ്ടിയിട്ടുള്ളൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് റിവേഴ്സൽ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സംസാരിച്ച സയൻസും ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമ്മളുടെ ടീം ഡിസൈൻ ചെയ്ത ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡയബെക്സിറ്റ്. ആ പേരിൽ തന്നെയുണ്ട് എക്സിറ്റിംഗ് ഔട്ട് ഓഫ് ഡയബറ്റീസ്. എങ്ങനെ പ്രമേഹത്തിൽ നിന്ന് പുറത്തു വരാം, അല്ലെങ്കിൽ പ്രമേഹത്തെ എങ്ങനെ റിവേഴ്സ് ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു നല്ലൊരു വർക്കിംഗ് നോളജ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ്, കോച്ചസ്, ന്യൂട്രീഷനിസ്റ്റ്, ഒരു എക്സസൈസ് എക്സ്പേർട്ട്, നിങ്ങളുടെ ദൈനംദിന രീതികളും നിങ്ങളുടെ ചിട്ടകളെയും ക്രമപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഹെൽത്ത് എക്സ്പേർട്സ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ആക്ച്വലി ഈ പ്രോഗ്രാമിനെ ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ഇനഫ് ഡേറ്റ ടു പ്രൂവ് ദാറ്റ് ദിസ് വർക്ക്സ്. ഡയബറ്റീസ് റിവേഴ്സൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളതും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ പോലും ഇത് വ്യക്തികളിലോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ചില സങ്കീർണതകളുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും ഞാൻ ഈ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഓരോ കമ്പോണൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഹാർമണിയെ സംബന്ധിച്ച് വി ആർ വെരി എക്സൈറ്റഡ് ടു കം അപ്പ് വിത്ത് ദിസ് പ്രോഗ്രാം ലൈക്ക് ഡയബെക്സിറ്റ്. സോ സ്റ്റേ ഇൻ ടച്ച് വിത്ത് us.